രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ എന്നിവർ MLA-മാരാകുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ ഗോതയിലിറങ്ങാൻ വൈകുമ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തു കഴിഞ്ഞു എന്നാണ് ഉറപ്പിക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും സമാനമായ സാഹചര്യമാണുള്ളത്. കെ സുധാകരൻ മഞ്ചേശ്വരത്ത് തകർക്കുന്നു. വി മുരളീധരൻ കഴക്കൂട്ടത്ത് ജയിക്കുമെന്ന് കടകംപള്ളിക്ക് പോലും അറിയാം. PK കൃഷ്ണദാസിന്റെ കാട്ടക്കടയും BJPക്ക് പ്രതീക്ഷ നൽകുന്ന സ്ഥലമാണ്. 2016 89 വോട്ടിനാണ് മഞ്ചേശ്വരം BJPക്ക് നഷ്ടമായത്. 2021 745 വോട്ടിന് നഷ്ടമായി. 2011 മുതൽ 3 തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ് മഞ്ചേശ്വരം. നേരിയ വോട്ടുകൾക്കായിരുന്നു തോൽവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് BJP. അങ്ങനെ സംഭവിച്ചാൽ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ജയിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് ലോക്സഭയിൽ BJPയുടെ വോട്ട് വിഹിതം 2014 കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 17.74%. 2019 രവീശ തന്ത്രി മത്സരിച്ചപ്പോൾ 16.13% കുറഞ്ഞു. 2024 അശ്വിനി മത്സരിച്ചപ്പോൾ 19.73% ഉയർന്നു. എന്നാൽ നേട്ടങ്ങളിൽ ഭൂരിഭാഗവും BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ നിന്നല്ല, മറിച്ച് ഇടത് ശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ്. അതേസമയം 2019 അപേക്ഷിച്ച് 2024 മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് 75 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. കപ്പിനും ചുണ്ടിനുമിടയിലാണ് സുരേന്ദ്രൻ ഇവിടെ തോറ്റത്. കേരളത്തിൽ ആദ്യത്തെ BJP പ്രതിനിധിയെ നിയമസഭയിൽ എത്തിച്ച നിയോജക മണ്ഡലമാണ് നേമം. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെയും ആവേശത്തിന് കൊടുമുടിയിലെത്തിച്ചതാണെന്ന്. 2016 CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ BJP MLA കേരള നിയമസഭയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കാലെടുത്തു കുത്തിയത്. 1987 നേമം നിയോജക മണ്ഡലം നിലവിൽ വന്നത്. PSP സ്ഥാനാർത്ഥിയായ P വിശ്വംഭരനെ 1239 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി CPI സ്ഥാനാർത്ഥിയായ M സദാശിവനാണ് നേമം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ച് കയറിയത്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K കരുണാകരൻ നേമം മണ്ഡലത്തോടൊപ്പം മാളയിലും മത്സരിക്കുകയും രണ്ടിടത്തും വിജയിക്കുകയും ചെയ്തു. മാള മണ്ഡലം നിലനിർത്തിയ കരുണാകരൻ നേമത്ത് രാജിവെച്ചു. തുടർന്ന് 1983 മാർച്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMലെ VJ തങ്കപ്പൻ 4289 വോട്ടുകൾക്ക് കോൺഗ്രസിലെ E രമേശൻ നായരെ പരാജയപ്പെടുത്തി. പിന്നീട് നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി കോൺഗ്രസ് പരാജയപ്പെട്ടു. 2001 കോൺഗ്രസിലെ N ശക്തൻ 9357 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPMലെ വേങ്ങാനൂർ P ഭാസ്കരനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിച്ചു. മണ്ഡലം പുനർനിർമ്മാണത്തിന് ശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ 43,661 വോട്ടുകൾ നേടിയാണ് BJP ശക്തി തെളിയിച്ചത്. അന്നും രണ്ടാം സ്ഥാനത്തെത്തിയ BJP കേവലം 6,415 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. 2008 മണ്ഡലം പുനർനിർമ്മാണത്തിൽ BJPയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ഈസ്റ്റ് നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം നേമത്ത് ലയിപ്പിച്ചതോടുകൂടിയാണ് BJP ശക്തി ആർജിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ UDFലെ ജനതാദൾ സ്ഥാനാർത്ഥി ചാരുപ്പാറ രവിയെ 3ാം സ്ഥാനത്താക്കി BJPയിലെ O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തി. അതിനുശേഷം ഒരിക്കലും UDF 3ാം സ്ഥാനത്ത് നിന്ന് കരകയറപ്പെട്ടിട്ടില്ല. 2016 BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ LDFലെ V ശിവൻകുട്ടിയെ 8671 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അക്കൗണ്ട് തുറന്നത്. എന്നാൽ 2011 LDF UDF അവിശുദ്ധ കൂട്ടുകെട്ട് BJPയെ പരാജയപ്പെടുത്തി. 2014 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നേമം നിയമസഭാ മണ്ഡലത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി BJP 1ാം സ്ഥാനത്താണ്. 2014 18,046 വോട്ടിന്റെയും 2019 12,041 വോട്ടിന്റെയും 2024 22,126 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ നേമം നിയോജക മണ്ഡലത്തിൽ ഒന്നാമതെത്തി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിലെ 22 വോട്ടുകളിൽ 17ലും വിജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. 5049 വോട്ടിന്റെ ലീഡിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJP നേടിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2025 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച നിലവിലെ വോട്ടർ പട്ടിക പ്രകാരം 87,553 പുരുഷ വോട്ടർമാരും 81,809 സ്ത്രീ വോട്ടർമാരും ഭിന്ന ലിംഗത്തിൽപ്പെട്ട 9 വോട്ടർമാരും ഉൾപ്പെടെ ആകെ 1,69,371 വോട്ടർമാരാണ് ഉള്ളത്. ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് കാലിടറില്ല എന്ന് ഉറപ്പാണ്. 2016 പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തായിരുന്നു. 2021 E ശ്രീധരനിലൂടെ BJP 2ാം സ്ഥാനത്തും നിലനിർത്തി. മലമ്പുഴയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കൃഷ്ണകുമാർ മത്സരിച്ച മലമ്പുഴയിൽ BJPയാണ് 2ാം സ്ഥാനത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അകത്തേത്തറ പഞ്ചായത്തിൽ ഭരണം പിടിച്ചത് ഉൾപ്പെടെ പാർട്ടി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം കണക്കിലെടുത്ത് ഒറ്റപ്പാലം, ഷൊർണൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലും നീക്കം ഊർജിതമാണ്. ഷൊർണൂരിൽ വെസ്റ്റ്
ജില്ലാ പ്രസിഡന്റ് VP വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ എന്നിവരും ഒറ്റപ്പാലത്ത് മേജർ രവി, മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവരും പരിഗണനയിൽ ഉണ്ട്. കോങ്ങാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിന് സാധ്യത പറയുന്നുണ്ടെങ്കിലും ജില്ലയിലുള്ള നേതാവിനായിരിക്കും മുൻഗണന. BJPയുടെ തീപ്പൊരിയാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറങ്ങിയാൽ മക്കൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടാണെന്നാണ് പാലക്കാട് നിന്ന് പോയ ജോൾസിന് പറഞ്ഞിട്ടുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളം മറന്നിട്ടില്ല. ഭക്തരല്ലാത്ത യുവതികളെ മലകയറ്റി അയ്യപ്പന്റെ സകല ഭാവങ്ങളെയും നശിപ്പിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. ഏതാനും സീറ്റുകൾക്കായി അല്ലാതെ മറിച്ച് സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനാണ് BJPയുടെ പോരാട്ടമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുള്ള ചുമരെഴുത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പാലക്കാട് നിന്ന് കുറച്ചുപേർ താമരപ്പൂക്കളുമായി നിയമസഭയിലേക്ക് പോകും. LDFനും ബദലല്ല UDF. ഒട്ടേറെ ആരോപണങ്ങൾക്ക് വിരോധമായ ഒന്നാം LDF സർക്കാരിന് പകരം ജനം UDFനെ അല്ല ഭരണം ഏൽപ്പിച്ചത്. മറിച്ച് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കോർപ്പറേഷന്റെ ഭരണം BJPയെ ഏൽപ്പിച്ചത് LDFന് ബദലെന്ന ചിന്തയിലാണ്. ഇടത് പാർട്ടികൾക്കും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ തീർത്ത പത്മവ്യൂഹം ഭേദിക്കാൻ BJPക്ക് കഴിയില്ല എന്ന അലിഖിത നിയമം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിയെഴുതി. തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ സംസ്ഥാനത്ത് UDFനും LDFനും വോട്ട് ചോർച്ചയുണ്ടായപ്പോൾ BJPയുടെ ഗണ്യമായ വളർച്ച ഇരു മുന്നണികൾക്കും തലവേദനയാകും. കേരളവും BJPക്ക് ബാലികേറ മലയല്ലെന്ന് തെളിയിക്കുകയാണ്.